എല്ലാവർക്കും നമ്മുടെ മലേഷ്യ സീരീസിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ മലേഷ്യയിലേക്ക് എത്തിയിട്ട് കുറച്ച് ദിവസമായെങ്കിലും കോലാലംപൂർ സിറ്റിയിലേക്ക് കഴിഞ്ഞ ദിവസം മാത്രമാണ് ഞങ്ങൾ എത്തിയത്. ഞങ്ങൾ മലേഷ്യയിലേക്ക് എത്തിയിട്ട് ആദ്യം തന്നെ ലങ്കാവി എന്ന് പറഞ്ഞൊരു ഐലൻഡ് കറങ്ങാനായിട്ടാണ് പോയത്. അവിടെ കുറച്ച് ദിവസം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇന്നലെ കോലാലംപൂർ സിറ്റിയിലേക്ക് എത്തിയത്. ഞങ്ങൾ കോലാലംപൂരിൻ്റെ ഹൃദയഭാഗം എന്നൊക്കെ പറയാൻ പറ്റണ ബുക്കറ്റ് ബിൻറ്റാങ് ഏരിയയിലാണ് റൂം എടുത്തേക്കുന്നത്. ഹോട്ടലിനോട് ചേർന്ന് തന്നെ കുറേയധികം മാളുകളും അതുപോലെ തന്നെ അത്യാവശ്യം തെറ്റില്ലാത്ത നൈറ്റ് ലൈഫൊക്കെ ഉണ്ടായിരുന്നായിരുന്നു. ഇന്നലെ രാത്രി ഞങ്ങൾ പുറത്തെങ്ങും പോകാണ്ട് ഇവിടെ തന്നെ കിടന്ന് കറങ്ങാറുണ്ട്. ഇന്ന് ഞങ്ങൾ കോലാലംപൂർ സിറ്റി ഒന്ന് കറങ്ങാനായിട്ടാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. സിറ്റി കറങ്ങാനായിട്ട് ഞങ്ങളൊരു ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ബസ് ടൂറാണ് ബുക്ക് ചെയ്തേക്കുന്നത്. ഈ ടൂറിൻ്റെ ടിക്കറ്റ് ഞങ്ങൾ നേരത്തെ ഓൺലൈനായിട്ട് എടുത്തായിരുന്നു. ഇവരുടെ ഈ കിയോസ്കിൽ ചെന്നിട്ട് ഞാൻ എൻ്റെ ഓൺലൈൻ ടിക്കറ്റ് റിഡീം ചെയ്ത് ഫിസിക്കൽ ടിക്കറ്റ്സ് വാങ്ങി. ഏകദേശം 1000 ഇന്ത്യൻ രൂപയുടെ അടുത്താണ് മുതിർന്ന ആളുകൾക്ക് ഇതിന് കോസ്റ്റ് വന്നത്. ഇത് 24 അവർ പാസിൻ്റെ റേറ്റാണ്. ഞങ്ങൾ സ്റ്റേ ചെയ്യണ ഹോട്ടലിലെ നേരെ ഓപ്പോസിറ്റാണ് ഈ ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ടൂറിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റ്. അധികം താമസിക്കാണ്ട് തന്നെ ഞങ്ങൾ കയറിയ ബസ് ഇവിടെ നിന്ന് നീങ്ങി തുടങ്ങി. ബസ് കടന്നു പോണ റൂട്ട് മാപ്പും ആ വഴിയിലുള്ള ടൂറിസ്റ്റ് അട്രാക്ഷൻസും അതിൻ്റെ ഡിസ്ക്രിപ്ഷൻസും എല്ലാം അടങ്ങിയൊരു പ്രിൻ്റഡ് ഗൈഡ് നമുക്ക് അവർ തരും. അത് നോക്കിയിട്ട് നമുക്ക് താല്പര്യമുള്ള സ്ഥലത്ത് മാത്രം നമ്മൾ ഇറങ്ങിയാൽ മതി. ബസ്സിൽ വലിയ കറക്കൊന്നും കറങ്ങാണ്ട് ഞങ്ങൾ ആദ്യം തന്നെ സെൻട്രൽ മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു ഏരിയയിൽ ഇറങ്ങി. അറ്റത്ത് കാണുന്ന സ്കൈ ബ്ലൂ കളർ ബിൽഡിങ്ങാണ് സെൻട്രൽ മാർക്കറ്റ്. മാർക്കറ്റ് ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിൽ കിയോസ്കുകളൊക്കെ സെറ്റ് ചെയ്തിട്ട് എന്തോ ഫെയർ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്ത് പരിപാടിയാണ് ഇവിടെ നടക്കണേന്ന് അറിയാനായിട്ട് അന്വേഷിച്ചപ്പോഴാണ് ബോർണിയോ നേറ്റീവ് ഫെസ്റ്റിവലാണെന്ന് ഒരാൾ പറഞ്ഞു തന്നത്. മലേഷ്യയുടെ ഭാഗമായിട്ടുള്ള ബോർണിയോ എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ കൾച്ചറും ആർട്ടും മ്യൂസിക്കും ഭക്ഷണവും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു ഫെസ്റ്റാണിത്. കോലാലംപൂരിലെ പസർ സെനി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഈ സെൻട്രൽ മാർക്കറ്റ് 1888 തൊട്ടേ ഫംഗ്ഷനലായിരുന്നു. മലേഷ്യൻ ഹെറിറ്റേജ് സൊസൈറ്റി ഈ ഒരു മാർക്കറ്റിനെ ഹെറിറ്റേജ് സൈറ്റായിട്ടാണ് ലിസ്റ്റ് ചെയ്തേക്കുന്നത്. നാട്ടിൽ നിന്ന് ഇറങ്ങണേക്കാളും മുമ്പ് തന്നെ ഇവിടുന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചിരുന്നു. അതുകൊണ്ട് മാളുകളിലും മാർക്കറ്റുകളിലും എല്ലാം തിരക്കാവണേക്കാളും മുമ്പ് രാവിലെ തന്നെ അത് വാങ്ങി വയ്ക്കാനായിട്ടാണ് പരിപാടി ഇട്ടേക്കുന്നത്. രാവിലെ കുറച്ച് നേരത്തെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് എത്തിയതെങ്കിലും അത്യാവശ്യം കുറച്ച് തിരക്കുള്ള ലക്ഷണമൊക്കെ കാണാം. ഈ ബോർണിയോ നേറ്റീവ് ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് ഈ സെൻട്രൽ മാർക്കറ്റിൻ്റെ അകത്തും കുറേയധികം കിയോസ്കുകൾ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. കരകൗശല വസ്തുക്കളും ഡ്രസ്സും ജ്വല്ലറിയും പോലെയുള്ള സാധനങ്ങൾ വിൽക്കുന്ന സ്റ്റാളുകളാണ് ഇവർ ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്തേക്കുന്നത്. ആർട്ട് ആൻഡ് ക്രാഫ്റ്റിൻ്റെ കടകളാണ് ഈ സെൻട്രൽ മാർക്കറ്റിൽ ഏറ്റവും കൂടുതലുള്ളത്. വീട്ടിലേക്ക് കുറച്ച് ഷോ പീസുകൾ വാങ്ങാനായിട്ടാണ് ഞങ്ങൾ ഈ മാർക്കറ്റിലേക്ക് വന്നേക്കുന്നത്. മലേഷ്യൻ കൾച്ചറും ആർട്ടും ക്രാഫ്റ്റും ഒക്കെ ആയിട്ട് വളരെയധികം ചേർന്ന് നിൽക്കുന്ന ഒരു മാർക്കറ്റും കൂടിയാണിത്. ഞങ്ങൾ നടന്നൊരു ചൈനീസ് ഗിഫ്റ്റ് ഷോപ്പിൻ്റെ അടുത്തേക്ക് എത്തി. ഈ ഷോപ്പിൻ്റെ അകത്തുനിന്ന് എന്തോ ചെറിയ സാധനം വാങ്ങണമെന്നും പറഞ്ഞുകൊണ്ട് മകൻ കെയിനാണ് അകത്തേക്ക് വലിച്ചു കൊണ്ടുപോകുന്നത്. നമ്മൾ സാധാരണയായിട്ട് കാർട്ടൂണുകളിൽ കണ്ടേക്കണ കുറേ കഥാപാത്രങ്ങളാണ് ഇവിടെ നിരത്തി വെച്ചേക്കുന്നത്. ഇവിടെ ഈ മഞ്ഞ കളറുള്ള പീക്കാച്ചു എന്ന് പേരുള്ള ക്യാരക്ടറിനെയാണ് പുള്ളിക്ക് വേണ്ടത്. കാർട്ടൂൺ ഐറ്റംസ് കൂടാതെ ചെറിയ മെറ്റലും കൊണ്ടുണ്ടാക്കിയ വ്യാളിയും കോഴിയും അതുപോലെ തന്നെ ബുദ്ധൻ വരെ ഇവിടെയുണ്ട്.
ഇവിടെയുള്ള കടകളിൽ വിൽക്കണ മിക്ക സാധനങ്ങളിലും ഒരല്പമെങ്കിലും കലാപരമായിട്ടുള്ള സാധനങ്ങൾ തന്നെ അവർ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഈ പറഞ്ഞ മാതിരി കരകൗശല വസ്തുക്കളുടെയും ഡ്രസ്സുകളുടെയും സുവനിയറുകളുടെയും ജ്വല്ലറിയുടെയും ഒക്കെ കുറേയധികം ഷോപ്പുകൾ ഈ ഒരു മാർക്കറ്റിനകത്തുണ്ട്. ഈ ബോർണിയോ നേറ്റീവ് ഫെസ്റ്റിവൽ ഉള്ളതും കൊണ്ടാണ് ഇന്നിവിടെ ഇത്ര തിരക്കെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾ ഈ മാർക്കറ്റിൻ്റെ അകത്ത് നിന്ന് കുറച്ച് ഷോപ്പ് പീസുകളും ഡ്രസ്സുകളും അതുപോലെ തന്നെ കുറച്ച് മിഠായിയൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇവിടെ നിന്ന് വാങ്ങിയ സാധനങ്ങളെല്ലാം കയ്യിലും വെച്ച് വൈകിട്ട് വരെ സിറ്റി കറങ്ങാൻ അത്ര എളുപ്പമില്ലാത്ത പരിപാടി ആയതുകൊണ്ട് ഞങ്ങളിതെല്ലാം റൂമിൽ വെച്ചിട്ട് തിരിച്ചു വരാനായിട്ടാണ് പ്ലാൻ. സെൻട്രൽ മാർക്കറ്റിൻ്റെ തൊട്ടടുത്തുള്ള റെയിൽവേ സ്റ്റേഷനായിട്ടുള്ള പാസർസിനിൽ നിന്ന് ഞങ്ങളുടെ ഹോട്ടലിൻ്റെ അടുത്തേക്ക് ട്രെയിൻ കിട്ടും. ടിക്കറ്റ് വെൻഡിങ് മെഷീനിൽ നിന്ന് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ സ്റ്റേഷനിലേക്ക് കയറാണ്. ബുക്കിറ്റ് പിൻഡാങ് എന്നുള്ള റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് എത്തേണ്ടത്. പല റെയിൽവേ ലൈനുകളുടെ ഒരു ഇൻ്റർസെക്ഷനാണ് ഈ പസർസിനി എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷൻ. ഞങ്ങൾക്കുള്ള ട്രെയിനിൻ്റെ പ്ലാറ്റ്ഫോം ഇതിൻ്റെ അണ്ടർഗ്രൗണ്ടിലാണ്. ഈ റെയിൽവേ സ്റ്റേഷനിലെ പല ലെവലുകളിൽ കൂടെ പല റെയിൽവേ ലൈനുകളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ പ്ലാറ്റ്ഫോം നമ്പർ 1 ഞങ്ങൾക്ക് പോകാനായിട്ടുള്ള ട്രെയിൻ എത്തുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്ന പാസർസിനി എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ നിന്ന് രണ്ടാമത്തെ സ്റ്റേഷനാണ് നമുക്ക് ഇറങ്ങാനായിട്ടുള്ള ബുക്കിറ്റ് ബിൻഡാങ് എന്ന് പറഞ്ഞ സ്റ്റേഷൻ. ഞങ്ങൾ പ്ലാറ്റ്ഫോമിൽ എത്തിയപ്പോൾ വലിയ തിരക്കുണ്ടായിരുന്നില്ലെങ്കിലും പയ്യെ പയ്യെ ആളുകളുടെ എണ്ണം കൂടി. അധികം താമസിക്കാണ്ട് തന്നെ ഞങ്ങൾക്ക് പോകാനായിട്ടുള്ള ട്രെയിൻ പ്ലാറ്റ്ഫോമിലേക്ക് എത്തി. നമ്മുടെ നാട്ടിലെ മെട്രോന് സമാനമായിട്ടാണ് കേട്ടോ ഇവിടുത്തെ പല ട്രെയിനുകളും ഉള്ളത്. ഏകദേശം ഉച്ച സമയമൊക്കെ ആവാറായതും കൊണ്ടാണ് ട്രെയിനിൽ ഇത്ര തിരക്ക് കുറവ്. ട്രെയിനിൽ കയറി നിസ്സാര സമയം കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇറങ്ങേണ്ട സ്റ്റേഷനെത്തി. ഈ സ്റ്റേഷനോട് ചേർന്ന് അത്യാവശ്യം കുറച്ച് മാളുകളൊക്കെ ഉള്ള കാരണം കുറച്ച് തിരക്കുള്ളൊരു സ്റ്റേഷനാണിത്. ഇവിടെ നിന്ന് 5 എക്സിറ്റ് ഗേറ്റുകളാണുള്ളത്. ഇതിൽ നിന്ന് മിക്ക എക്സിറ്റുകളും വന്ന് നിൽക്കുന്നത് ഷോപ്പിംഗ് മാളുകളുടെ അടുത്തേക്കാണ്. ഞങ്ങൾക്ക് ഇവിടെ അധികം സമയം കളയാണ്ട് തന്നെ ഞങ്ങളുടെ സിറ്റി ടൂർ കണ്ടിന്യൂ ചെയ്യണം. വാങ്ങിയ സാധനങ്ങളെല്ലാം ഹോട്ടലിന് റൂമിൽ വെച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് എത്തി. വലത്തെ സൈഡിൽ മേലിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഇവിടുത്തെ മോണോറെയിൽ. ഇപ്പോൾ സമയം ഏകദേശം ഉച്ചയോട് അടുത്തതും കൊണ്ട് ഈ ഡബിൾ ഡെക്കർ ബസ്സിൻ്റെ ഓപ്പൺ സ്പേസിലുള്ള ആളുകളുടെ എണ്ണം വളരെ കുറവാണ്. പിന്നെ ഇരിക്കുന്നവരിൽ പലരും പുതച്ചും മൂടിയും കുടയൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നത്.
ഈ കാണുന്നതാണ് ബുക്കിറ്റ് ബിനാങ്ങിലെ മോണോ റെയിൽ സ്റ്റേഷൻ. മിക്കവാറും ലോകത്തിലെ പല വലിയ സിറ്റികളിലും ഇതുപോലെയുള്ള ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ബസ് ടൂറുകൾ ഉണ്ട് കേട്ടോ. ഈ ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ടൂർ എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിറ്റിയിലെ എല്ലാ ടൂറിസ്റ്റ് അട്രാക്ഷനെയും ബന്ധിപ്പിച്ച് ആദ്യം ഇവരൊരു റൂട്ട് ഡിസൈൻ ചെയ്യും. ഇവരുടെ ഈ കാണുന്ന രീതിയിലുള്ള മേൽഭാഗം ഓപ്പൺ ആയിട്ടുള്ള ഡബിൾ ഡെക്കർ ബസ്സുകൾ ഈ റൂട്ടിൽ കൂടെ സർവീസ് നടത്തിക്കൊണ്ടിരിക്കും. പല ടൂറിസ്റ്റ് അട്രാക്ഷൻ്റെ അടുത്തും ഇതിന് സ്റ്റോപ്പുകൾ ഉണ്ടാവും. മിക്കവാറും അരമണിക്കൂർ ഗ്യാപ്പിട്ടാണ് ഈ ബസ്സുകൾ പല സിറ്റികളിലും ഓപ്പറേറ്റ് ചെയ്യണത് ഞാൻ കണ്ടേക്കുന്നത്. ഇതിന് പല രീതിയിലുള്ള ടിക്കറ്റുകളും ഉണ്ടാവും. അതായത് 24 മണിക്കൂറും അല്ലെങ്കിൽ 48 മണിക്കൂറൊക്കെ വാലിഡിറ്റിയുള്ള ടിക്കറ്റ്സ്. നമുക്ക് ഇവരുടെ ഏതെങ്കിലും ഒരു സ്റ്റോപ്പ് ചെയ്ത് ഈ ബസ്സിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് താല്പര്യമുള്ള ടൂറിസ്റ്റ് അട്രാക്ഷൻ്റെ അടുത്ത് ഇറങ്ങാം. നമ്മുടേതായിട്ടുള്ള സമയം എടുത്ത് ആ ടൂറിസ്റ്റ് അട്രാക്ഷനൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഈ സ്റ്റോപ്പിലേക്ക് തന്നെ തിരിച്ചു വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ബസ്സിൽ കയറി വേറെ ടൂറിസ്റ്റ് അട്രാക്ഷൻ്റെ അടുത്തേക്ക് പോകാം. പിന്നെ മിക്കവാറും ഓപ്പ് ഓൺ ഓഫ് ഓഫ് ടൂറുകളിലും ഇതിൻ്റെ ഓഡിയോ ഗൈഡ് ഉണ്ടാവും. ട്രാവലേഴ്സിന് സിറ്റികൾ പരിചയപ്പെടാനായിട്ടുള്ള ഏറ്റവും നല്ല മാർഗമാണ് ഈ ഓപ്പ് ഓൺ ഹോപ്പ് ഓഫ് ടൂറുകൾ. കോലാലംപൂരിലെ ചൈന ടൗൺ എന്നറിയപ്പെടുന്ന സ്ഥലത്തിനോട് ചേർന്നുള്ള ഭാഗത്തേക്കൂടെയാണ് ഇപ്പോൾ ബസ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ചൈന ടൗൺ പെറ്റാലിംഗ് സ്ട്രീറ്റ് എന്നുള്ള പേരിലാണ് ഒഫീഷ്യലി അറിയപ്പെടുന്നത്. നമുക്ക് സാധനങ്ങൾ അത്യാവശ്യം നന്നായിട്ട് ബാർഗെയിൻ ചെയ്ത് വാങ്ങാൻ പറ്റിയൊരു മാർക്കറ്റാണിത്. ഞങ്ങൾ നേരത്തെ വന്ന സെൻട്രൽ മാർക്കറ്റിൻ്റെ അടുത്തുനിന്ന് ഏകദേശം 100-150 മീറ്റർ മാറിയാണ് ഈ ചൈനീസ് മാർക്കറ്റ് ഉള്ളത്. ഈ വഴിയുടെ നേരെ കാണുന്നതാണ് നമ്മൾ നേരത്തെ വന്ന സെൻട്രൽ മാർക്കറ്റ്. ലോകത്തിലെ ഏറ്റവും ടോളസ്റ്റ് ആയിട്ടുള്ള ബിൽഡിംഗ് ആയിട്ടുള്ള ബുർജ് ഖലീഫിനെ പറ്റി കേൾക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ലല്ലോ. എന്നാൽ ഈ ലിസ്റ്റിൽ രണ്ടാമത് നിൽക്കുന്ന ബിൽഡിംഗ് ആർക്കെങ്കിലും അറിയാമോ? ആ ഒരു ബിൽഡിംഗാണ് നമ്മളിപ്പോൾ ഇടത്തെ സൈഡിൽ കണ്ടുകൊണ്ടിരിക്കുന്ന മെർഡേക്ക 118 എന്ന് പേരുള്ള ബിൽഡിംഗ്. ഭൂമിക്ക് മേലിലേക്ക് 118 നിലകളും താഴത്തേക്ക് 5 നിലകളും ഉള്ള ഈ ബിൽഡിങ്ങിൻ്റെ പണി കഴിഞ്ഞത് കഴിഞ്ഞ വർഷമാണ്. വൈകുന്നേരം ആവണതോടുകൂടി മറ്റു പല സിറ്റികളിലെ പോലെ തന്നെ കോലാലംപൂർ അത്യാവശ്യം നല്ല ട്രാഫിക് ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് വൈകുന്നേരം ആവണേക്കാലം മുമ്പ് പെട്രോണാസ് ടവറിൻ്റെ ഏരിയ ഒഴിച്ച് ബാക്കി സ്ഥലങ്ങളൊക്കെ ഒന്ന് കറങ്ങി വരാനായിട്ടാണ് ഞങ്ങൾ നോക്കുന്നത്. ബസ് ഇപ്പോൾ ലിറ്റിൽ ഇന്ത്യ എന്ന പേരുള്ള സ്ഥലത്തേക്കൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ ഷോപ്പുകളും റെസ്റ്റോറൻറ്റുകളും ഒക്കെ കുറേ അധികമുള്ള ഒരു ഏരിയയാണിത്. ബ്രിക്ക് ഫീൽഡ്സ് എന്നാണ് ഈ സ്ഥലം ഒഫീഷ്യലായിട്ട് അറിയപ്പെടുന്നത്. ബസ് ഇപ്പോൾ KL സെൻട്രൽ എന്ന് പറഞ്ഞ ഭാഗത്തേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഹിൽട്ടണും അതുപോലെ തന്നെ ലീ മെറിഡിയൻ പോലത്തെ വലിയ കുറേ ഹോട്ടലുകൾ ഈ പരിസരത്തായിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇത് മലേഷ്യയിലെ ഏറ്റവും വലിയൊരു ട്രാവൽ ഹബ്ബാണ് കേട്ടോ. ഇന്നലെ ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് സിറ്റിയിലേക്കുള്ള ട്രെയിൻ വന്നിറങ്ങിയത് ഈ സ്റ്റേഷനിലായിരുന്നു. എയർപോർട്ടിലേക്ക് ഇവിടുന്ന് ട്രെയിനുകൾ മാത്രമല്ല ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട് കേട്ടോ.
2012 ഞാൻ മലേഷ്യയിൽ ആദ്യമായിട്ട് വന്നത്. അന്നും അതിനുശേഷം പലപ്പോഴായിട്ട് കോലാലംപൂർ വന്നപ്പോൾ ഞാൻ മിക്കവാറും താമസിച്ചിരുന്നത് ഈ KL സെൻറ്ററിനോട് ചേർന്നുള്ള ഏരിയയിലാണ്. നമുക്ക് ഈ പരിസരത്ത് നിന്ന് എവിടെ പോകാനായിട്ടാണെങ്കിലും പബ്ലിക് ട്രാൻസ്പോർട്ട് പെട്ടെന്ന് കിട്ടുന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഈ പരിസരം തന്നെ ചൂസ് ചെയ്യാനായിട്ടുള്ള കാരണം. KL സെൻട്രൽ ട്രാൻസ്പോർട്ടേഷൻ ഹബിൻ്റെ മെയിൻ ഏരിയയിലേക്കാണ് ഇപ്പോൾ ബസ് എത്തിയേക്കുന്നത്. ഇത് മെയിനായിട്ട് ടാക്സികളുടെ പിക്കപ്പ് ഏരിയയാണ്. ഇവിടെ ഫ്രണ്ടിൽ തന്നെയാണ് ഞങ്ങൾ പോണ ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ബസ്സിൻ്റെ സ്റ്റോപ്പും. നാഷണൽ മ്യൂസിയം ഓഫ് മലേഷ്യയുടെ ഫ്രണ്ടിൽ കൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മ്യൂസിയം ആയതുകൊണ്ട് ഇവിടെ പിന്നീട് ഒരിക്കൽ വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ബസ്സിൽ തന്നെ യാത്ര കണ്ടിന്യൂ ചെയ്യാണ്. ബസ് പിന്നീട് നാഷണൽ പാലസും ബേർഡ് പാർക്കും പോലെയുള്ള സ്ഥലങ്ങളിൽ കൂടെയൊക്കെ കടന്നു വന്നിരുന്നെങ്കിലും ഞങ്ങൾ മെർഡേക്ക സ്ക്വയർ എന്നുള്ളൊരു സ്ഥലത്തിറങ്ങാനായിട്ടാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. ബസ്സിലിരുന്ന് ഇടത്തെ സൈഡിൽ കാണുന്ന നാഷണൽ മോസ്ക് കണ്ടതോടുകൂടി ഞങ്ങൾക്ക് ഇറങ്ങാനായിട്ടുള്ള സ്ഥലം എത്താറായി എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി.